പാട് പാട്. പുൽക്കൂട് കാണിക്കുക. പുൽക്കൂട് എങ്ങനെ കാണിക്കുക? പൂമെത്ത പൂമെത്ത വേണം. ആ ആ പുൽക്കൂട്ടിൽ പിറന്നുവല്ലോ. അടയാളമായി. കിഴക്കൊരു താരം. കിഴക്കൊരു താരം. ആ ആ ആ ഒരു കയ്യടി കൊടുത്ത അവൾക്ക്. അടുത്ത താര വരുന്നേ. പഠിക്കോ 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 പഠിക്കോ. ആ ആ ആ ആ ആ ആ ആ ആ ഒരു കയ്യടി കൊടുത്തവന്. ഒരു കയ്യടി കൊടുത്തേ. ആ ഇനി അവിടെ ഇരിക്കും. ഇനി വായോ ജോക്കുട്ടൻ വാ. ഉറക്ക പാടണം കേട്ടോ. അവിടെ നിന്നിട്ട് പാട് പാട്. വാ 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 വാ. അവിടെ നിൽക്ക്. അവിടെ നിൽക്ക്. ആ ആ കാണിച്ചോ കാണിച്ചോ. പുൽക്കൂട്ടിൽ പിറന്നുവല്ലോ അടയാളമായി. വലത്തെ കൈയായിട്ട് കാണിക്കും ടീച്ചർ. വലത്തെ കൈ ഇതാണ്. ആ മറ്റേ കൈയായിട്ട്. ആ അടയാളമായി കിഴക്കൊരു താരം മിന്നി മിന്നി തെളിഞ്ഞുവല്ലോ. ആ മിന്നി തെളിഞ്ഞുവല്ലോ. ആ ക്ലാപ്പ് ക്ലാപ്പ്. ആ സഫവാ സഫവാ. ആ കാണിച്ചോട്ടാ. ആ പുൽക്കൂട്. രാജാതിരാജാവിനെ ഔസേപ്പിൻ മകനെ മറിയത്തിൻ മകനെ പുൽക്കൂട്ടിൽ ജനിച്ചുവല്ലോ. പുൽക്കൂട്ടിൽ പിറന്നുവല്ലോ അടയാളമായി കിഴക്കൊരു താരം മിന്നി മിന്നി തെളിഞ്ഞുവല്ലോ. മിന്നി മിന്നി തെളിഞ്ഞുവല്ലോ. പുൽക്കൂട് വേണം പൂമെത്ത വേണം രാജാതിരാജാവിനെ ഔസേപ്പിൻ മകനെ മറിയത്തിൻ മകനെ പുൽക്കൂട്ടിൽ ജനി. എങ്ങനെയാണ് ഇങ്ങനെ താരാട്ട് പാടുക? എങ്ങനെ അമ്മ ഉണ്ണീനെ എടുത്തിട്ട് എങ്ങനെ താരാട്ട് പാടുക? അങ്ങനെ കാണിക്കുന്നുണ്ട്. ആ പുൽക്കൂട്ടിൽ ജനിച്ചുവല്ലോ പുൽക്കൂട്ടിൽ പിറന്നുവല്ലോ. പോയിരിക്കേ. അടുത്ത ആള് വാ. ജന്നവാ. വേഗം 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 വേഗം. ആ രാജാതിരാ എന്താ അവിടെ? ആ മറിയത്തിൻ മകനെ പുൽക്കൂട്ടിൽ ജനിച്ചുവല്ലോ പുൽക്കൂട്ടിൽ പിറന്നുവല്ലോ അടയാളമായി കിഴക്കൊരു താരം മിന്നി മിന്നി തെളിഞ്ഞുവല്ലോ. മിന്നി മിന്നി തെളിഞ്ഞുവല്ലോ. ഇരിക്കേ ഇരിക്കേ. അടുത്താള് വാ. അടുത്താള് വാ. ഉറക്ക പഠിക്കോ. മിണ്ടാടൊക്കെ മിണ്ടാടൊക്കെ നല്ല കേൾക്കുള്ളൂ. ആ കാണിക്ക് കാണിക്ക്. രാജാതിരാജാവിനെ ഔസേപ്പിൻ. ഉറക്കപ്പാട്. ആ ആ ആ ആ ആ പുൽക്കൂട്ടിൽ ജനിച്ചുവല്ലോ പുൽക്കൂട്ടിൽ പിറന്നുവല്ലോ അടയാളമായി കിഴക്കൊരു താരം മിന്നി മിന്നി തെളിഞ്ഞുവല്ലോ. അവിടെ ഇരിക്കും മിക മോളെ. അല്ല നിയമോളെ. ഓക്കെ താങ്ക് യു. അടുത്ത ആള് പൈസ വാ. നിക്ക്. പുൽക്കൂട് വേണം കാണിക്ക്. പൂമെത്ത വേണം. ആ എന്താ ശ്രീകാരിയുടെ കസേര എവിടെ? അവിടെ ഇരിക്കുക കസേരയില്. രാജാതിരാജാവിനെ ഔസേപ്പിൻ മകനെ. അവിടെ ഇരിക്കും മിണ്ടാണ്ടിരിക്കുക. ഇത് വീഡിയോ പിടിക്കുക. ആ ആ ആ എന്തുണ്ടായി? ആ ആ ആ മിന്നി മിന്നി തെളിഞ്ഞുവല്ലോ. അവിടെ ഇരിക്കുന്നേ മോളെ. തന്നെ വിളിക്കാം. ആ ഒരു ക്ലാപ്പ് കൊടുത്തവന്. അടുത്ത ആള് വാ. ബെറീന വാ. പുൽക്കൂട്. രാജാതിരാജാവിനെ ഔസേപ്പിൻ മകനെ മറിയത്തിൻ മകനെ പുൽക്കൂട്ടിൽ ജനിച്ചുവല്ലോ പുൽക്കൂട്ടിൽ പിറന്നുവല്ലോ. പാട്. അടയാളമായി കിഴക്കൊരു താരം
മിന്നി മിന്നി തെളിഞ്ഞുവല്ലോ. ആ പോയിരിക്കെ ഒരു ക്ലാപ്പ് കൊടുക്കട്ടെ അവൾക്ക്. അടുത്തത് ലൈബ വാ. ഓടി വാ. ആ പുൽക്കൂട് കാണിക്കേ. കാണിക്ക് പുൽക്കൂട് വേണം. പൂമെത്ത കാണിക്കേ. ഇങ്ങനെ തപ്പൊട്ടല്ല. പൂമെത്ത വേണം. രാജാതിരാജാവിനെ കാണിക്കേ. രാജാതിരാജ ആടേനെ രാജാതിരാജാവിനെ ഔസേപ്പിൻ മകനെ മറിയത്തിൻ മകനെ. അവിടെ ഇരിക്കുന്നീ മോളെ. പുൽക്കൂട്ടിൽ ജനിച്ചുവല്ലോ അടയാളമായി. കിഴക്കൊരു താരം മിന്നി മിന്നി തെളിഞ്ഞുവല്ലോ. പോയിരിക്കേ. ക്ലാപ്പ് കൊടുക്കേ. പാറുങ്ങോട്ട് വാ. ഇവിടെ വായെന്ന് വരലെടുക്ക് പാറു. പുൽക്കൂട് കാണിക്കും. പുൽക്കൂട് വേണം പൂമേത്ത വേണം രാജാതിരാജാവിനെ. ഔസേപ്പിൻ മകനെ മറിയത്തിൻ മകനെ പുൽക്കൂട്ടിൽ ജനിച്ചുവല്ലോ. പുൽക്കൂട്ടിൽ പിറന്നുവല്ലോ അടയാളമായി കിഴക്കൊരു താരം മിന്നി മിന്നി തെളിഞ്ഞുവല്ലോ. ഉറക്കപ്പാട്. മിന്നി മിന്നി തെളിഞ്ഞുവല്ലോ. പോയിരിക്കെ. ക്ലാപ്പ് കൊടുക്ക്. വാ. നീ മോള് വാ. പുൽക്കൂട് വേണം രാജാവിനെ ഔസേപ്പിൻ മകനെ മറിയത്തിൻ മകനെ പുൽക്കൂട്ടിൽ ജനിച്ചുവല്ലോ അടയാളമായി കിഴക്കൊരു താരം. ഇല്ലേ? മിന്നി മിന്നി തെളിഞ്ഞുവല്ലോ. അടയാളമായി കിഴക്കൊരു താരം മിന്നി മിന്നി തെളിഞ്ഞുവല്ലോ. ശ്രീഹരി വാ. ക്ലാപ്പ് കൊടുക്കേ. പുൽക്കൂട് വേണം പൂമെത്ത. ഉറക്കപ്പാട് കേക്കാല്ലേ. ഇവിടെ ഇരിക്കേ. രാജാതിരാജാവിനെ ഔസേപ്പിൻ മകനെ മറിയത്തിൻ മകനെ പുൽക്കൂട്ടിൽ ജനിച്ചുവല്ലോ. കാണിക്കേ. പുൽക്കൂട്ടിൽ പിറന്നുവല്ലോ അടയാളമായി കിഴക്കൊരു താരം മിന്നി മിന്നി തെളിഞ്ഞു. രണ്ട് കൈയായിട്ട് കാണിക്കേ. മിന്നി മിന്നി തെളിഞ്ഞുവല്ലോ. പോയിരിക്കെ. ദേവർഷ് വാ. കാണിച്ചോ. പുൽക്കൂട് വേണം പൂമേത്ത. ഇങ്ങോട്ട് കാണിക്കേ. പൂമേത്ത വേണം. എന്തത്? പൂമേത്ത. ഇങ്ങനെ മലത്തി പിടിക്കുക കൈ. പൂമേത്ത വേണം രാജാതിരാജാവിനെ ഔസേപ്പിൻ മകനെ മറിയത്തിൻ മകനെ പുൽക്കൂട്ടിൽ ജനിച്ചുവല്ലോ. പാടേ. അതാണ് പാടുമ്പോഴേ ശ്രദ്ധിക്കില്ല. പുൽക്കൂട്ടിൽ ജനിച്ചുവല്ലോ അടയാളമായി കിഴക്കൊരു താരം മിന്നി മിന്നി തെളിഞ്ഞുവല്ലോ. ഇരിക്കേ. ഇങ്ങോട്ട് വാ. ജോണ് വാ. കാണിക്കേ. പുൽക്കൂട് വേണം